പൗരന്മാർക്കായുള്ള തെരച്ചിൽ ഇന്നും തുടരും എന്നുള്ളതാണ്. മറ്റൊരു വാർത്ത എറണാകുളത്ത് നിന്ന് വരുന്നത് പിറവത്ത് നിന്നും +2 വിദ്യാർത്ഥിയെ കാണാതായി എന്നുള്ളതാണ്. ഓണക്കൂർ സ്വദേശിയായ അർജുൻ രഘുവിനെയാണ് കാണാതായത്. പാമ്പാക്കുട ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയാണ്. വിവരങ്ങളുമായി നവമി നമുക്കൊപ്പം തുടരുന്നുണ്ട്. നവമി, ഇന്നലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയ കുട്ടിയാണ്. പിന്നീട് എവിടെ പോയി എന്നുള്ളത് ഒരു വിവരവുമില്ല. സ്കൂളിൽ എത്തിയിരുന്നോ ഈ അർജുൻ? എന്താണ് സ്കൂൾ അധികൃതർ പങ്കുവെക്കുന്നത്? വിശദാംശങ്ങൾ. ഇന്നലെയായിരുന്നു സ്കൂള് തുറന്നത്. +2 വിദ്യാർത്ഥിയാണ് അർജുൻ. ഇന്നലെ +1ന്റെ റിസൾട്ട് വരുന്ന ദിവസം കൂടിയായിരുന്നു. +2 രാവിലെ ക്ലാസ്സിലേക്ക് പോയി എന്നാണ്, സ്കൂളിലേക്ക് വീട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നു. ബാഗൊക്കെ ആയിട്ടാണ് പോകുന്നത്. നമുക്ക് ആ CCTVയിലും അത് കാണാൻ സാധിക്കും. കുട്ടി സ്കൂളിലേക്ക് എത്തിയില്ല എന്ന് മാതാപിതാക്കൾ അറിയുന്നത് വൈകുന്നേരത്തോടു കൂടിയാണ്. വൈകിട്ട് സ്കൂൾ വിട്ട സമയം കഴിഞ്ഞും അർജുൻ വീട്ടിലെത്താത്തതിനെ തുടർന്ന് അമ്മ സ്കൂളിലേക്ക് വിളിക്കുന്നതിനിടയിലാണ് മൊബൈൽ ഫോണിൽ സ്കൂളിൽ നിന്നുള്ളൊരു സന്ദേശം എത്തിയത്. കുട്ടി ഇന്ന് ക്ലാസ്സിൽ എത്തിയിട്ടില്ല, ആബ്സെന്റ് ആണെന്ന്. അപ്പോഴാണ് അമ്മയും ഇക്കാര്യം അറിയുന്നത്. സഹപാഠികളെയും സ്കൂളിലുമൊക്കെ അന്വേഷിച്ചപ്പോൾ ഇന്ന് അർജുൻ ക്ലാസ്സിലേക്ക് എത്തിയിരുന്നില്ല എന്ന മറുപടിയാണ് മാതാപിതാക്കൾക്കും ലഭിച്ചത്. ഉടനെ തന്നെ പിറവം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസിന്റെ ഭാഗത്ത് നിന്നും വേണ്ട രീതിയിലുള്ളൊരു തിരച്ചിൽ നടത്തിയില്ല എന്നുള്ളൊരു പരാതി കൂടി പോലീസിന് ഈ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. കാരണം വൈകിട്ടോടുകൂടി പരാതി പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞത് നഗരത്തിൽ ഇപ്പോൾ നല്ല തിരക്കായിരിക്കും, വൈകിട്ട് രാത്രിയോടുകൂടി അന്വേഷണം നടത്തിയാൽ മാത്രമേ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് പോലീസിൽ നിന്നും കുടുംബത്തിന് ലഭിച്ച മറുപടി. അതിൽ ചില അതൃപ്തി കുടുംബം ഉന്നയിക്കുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും കുടുംബത്തിന് അറിയില്ല. സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്കും മറ്റു വിവരങ്ങളൊന്നുമില്ല. അർജുൻ പഠിക്കാൻ മിടുക്കനായിരുന്നു. 10ാം ക്ലാസ്സിൽ ഫുൾ A+ ആണ് ലഭിച്ചിരുന്നത്. ഇപ്പോൾ +2 പരീക്ഷ കഴിഞ്ഞ്, ഇപ്പോൾ +1 പരീക്ഷ കഴിഞ്ഞ് +2ലേക്ക് ക്ലാസ് ഇന്നലെ തുടങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു. പോലീസ് വ്യക്തമാക്കുന്നത് +1ന്റെ റിസൾട്ട് ഇന്നലെയാണ് വന്നത്. ചിലപ്പോൾ നവമിയിലേക്ക് എത്താം. ഇപ്പോൾ പാമ്പാക്കുട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീകാന്ത്, ഈ അർജുനെ കാണാതായതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക അവിടെ നിലനിൽക്കുകയാണ് എന്നുള്ളത് അറിയാം. ഈ അന്വേഷണമൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? താങ്കൾ അതുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. താങ്കൾ ചോദ്യം കേട്ടിരുന്നോ? ഇന്നലെ രാവിലെയാണ് കുട്ടിയെ കാണാതായത്. അദ്ദേഹം ഇത്തവണ +1 ആണ്. അപ്പൊ രാവിലെ സ്കൂളിലേക്കായിട്ട് പോയതാണ്, പിന്നെ തിരിച്ചെത്തിയിട്ടില്ല. ഇന്നലെ വൈകി വരെ പോലീസ് അന്വേഷണത്തിലുണ്ട്. ഇന്നലെ വൈകി വരെ 2 മണി വരെ അന്വേഷണത്തിലുണ്ടായിരുന്നു. ഈ വീട്ടിലേക്ക് ഒരു സാഹചര്യം എങ്ങനെയാണ് ശ്രീകാന്ത്? അർജുന് വീട്ടിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നോ? ഈ കുടുംബവുമായിട്ടൊക്കെ നല്ല, അച്ഛനും അമ്മയുമായിട്ടൊക്കെ നല്ല സഹകരണത്തിലായിരുന്നോ, സ്നേഹത്തിലായിരുന്നോ? അതെ, വീട്ടിൽ അങ്ങനെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ട്, അപ്പോ സാധാരണ കുടുംബമാണ്. അങ്ങനെ വഴക്കോ അങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങളൊന്നും ഉള്ള ഒരു കുട്ടിയല്ല. അങ്ങനെ അധികം പുറത്തേക്കൊന്നും അങ്ങനെ പോകുന്നില്ല. ഇവരുടെ ഒപ്പമൊക്കെയാണ് കൂടുതലും പോകാറുള്ളതെന്നാണ് ഇന്നലെ അവർ അറിയിച്ചത്. കുടുംബവുമായിട്ട് സംസാരിച്ചപ്പോൾ ഇന്നലെ വളരെ സന്തോഷത്തോടു കൂടി, സ്കൂൾ തുറക്കുന്ന ദിവസമായിരുന്നു, അപ്പോൾ സ്കൂളിലേക്ക് വളരെ സന്തോഷത്തോടു കൂടി പോയി എന്നാണോ വീട്ടുകാർ പറഞ്ഞത്? അതെ, രാവിലെ അദ്ദേഹം സാധാരണ ഇന്നലെയാണല്ലോ ഓപ്പൺ ചെയ്തത്, സ്കൂൾ ഓപ്പൺ ചെയ്തത് ഇന്നലെയാണ്. അതെ, ഈ സ്കൂളിൽ അന്വേഷിച്ചിരുന്നോ? ടീച്ചേഴ്സ് ഒക്കെ എന്താണ് പറഞ്ഞത്? അർജുനെ കണ്ടിരുന്നോ ഇന്നലെ അവര്? ഇല്ല, ഇന്നലെ സ്കൂളില് അദ്ദേഹം എത്താത്തതുകൊണ്ട് ഇവരെ വീട്ടിൽ അറിയിക്കുകയത്. അവര് ഈ സ്കൂളിൽ എത്താത്ത പിള്ളേരുടെ ഡീറ്റെയിൽസ് ഫോണിൽ അവർ എന്തോ വാട്സപ്പിൽ ഇട്ടപ്പോൾ ഇവര് വീട്ടുകാർ കണ്ട് ഇദ്ദേഹം ചെല്ലാത്തതുകൊണ്ട് ടീച്ചർമാരുമായിട്ട് വിളിക്കുകയത്. അന്നേരമാണ് അദ്ദേഹം ഇവിടെ സ്കൂളിൽ എത്തിയിട്ടില്ലെന്നറിഞ്ഞ്. നേരത്തെ ഈ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നേരിട്ടിരുന്നോ വിദ്യാർത്ഥികളുമായിട്ടോ അതോ ടീച്ചേഴ്സുമായിട്ടോ? അങ്ങനെയുള്ള ഒരു വിഷയങ്ങളൊന്നും ശ്രദ്ധപ്പെട്ടിട്ടില്ല. പിന്നെ അദ്ദേഹം ഒരു ആവറേജ് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ഇത് ഈ +1ന്റെ ഇപ്പൊ റിസൾട്ട് ഇന്നലെ 3 മണിക്ക് എന്തോ അറിഞ്ഞ്. ഞാൻ ഇതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും തോന്നിയതാണോ എന്നതിനെ കുറിച്ച് അറിയില്ല. മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എവിടേക്ക് പോയിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് പോലീസ് അടക്കം പറയുന്നത്. ഈ CCTV പോലീസ് അടക്കം ഇന്നലെ നമ്മൾക്ക് ഇവിടെ ഈ പിറവം ടൗണിൽ നിന്ന് ബസ് കയറി പേപ്പതി ജംഗ്ഷനിൽ ഇറങ്ങിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവര് ബസിന്റെ കണ്ടക്ടർ വിളിച്ചിരുന്നു. അപ്പൊ അതനുസരിച്ചിട്ട് പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഇന്നലെ. ശരി.
അപ്പോൾ എന്തായാലും അന്വേഷണം അങ്ങനെ പുരോഗമിക്കുകയാണ്. വളരെ നന്ദി ശ്രീകാന്ത് ഞങ്ങൾക്കൊപ്പം ചേർത്തതിന്. പാമ്പാക്കുട പഞ്ചായത്ത് പ്രസിഡന്റാണ്. അപ്പോൾ നവമി, ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടിലോ സ്കൂളിലോ മറ്റ് പ്രശ്നങ്ങൾ ഉള്ളതായിട്ടൊന്നും ആർക്കും ഒരു അറിവുമില്ല. പിന്നെ എങ്ങോട്ടാണ് അർജുൻ പോയത് എന്നുള്ളതാണ് വലിയ ചോദ്യമായി അവശേഷിക്കുന്നത്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ CCTV ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് സ്വാഭാവികമായ അന്വേഷണം നടക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ബസ്സിൽ കയറി പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത്. ആര്യ, പോലീസിന്റെ ഭാഗത്തു നിന്നും അന്വേഷണം നടക്കുന്നുണ്ട്. കുട്ടിയുടെ കയ്യിൽ ഫോണില്ല. അപ്പോൾ അതിന്റെ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് കുട്ടിയിലേക്ക് എത്തുന്ന ഒരു സാധ്യതയും അവിടെ തന്നെ അവസാനിച്ചിട്ടുണ്ട്. മറ്റു വഴി സുഹൃത്തുക്കളോട് അന്വേഷിക്കുക എന്നതാണ്. അവർക്കൊന്നും അർജുൻ എവിടെ പോയതെന്നോ അല്ലെങ്കിൽ അർജുനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയില്ല. മാതാപിതാക്കൾ പറയുന്നത് സാധാരണ പോലെയാണ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, പഠിക്കാൻ മിടുക്കനായിട്ടുള്ള കുട്ടിയാണ്. +1 റിസൾട്ട് വരുന്നത് ഭയന്നാകാം, എങ്കിൽ പോലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല അർജുൻ എന്നാണ് മാതാപിതാക്കളും പറയുന്നത്. പിന്നെ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ശ്രീ ജയശങ്കർ നമുക്കൊപ്പം ചേരുകയാണ്, അർജുന്റെ ബന്ധുവാണ്. ശ്രീ ജയശങ്കർ, നമസ്കാരം. അറിയാം നിങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ് എന്നുള്ളത്. അർജുനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത്? പോലീസ് ഏറ്റവും ഒടുവിലായി എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? ഏറ്റവും ഒടുവിലായിട്ട് പറഞ്ഞത് നമ്മുടെ അടുത്ത് പേപ്പത്തിയിൽ വെച്ച് കണ്ടു എന്നാണ്. എവിടുന്ന് ബസ് ഇറങ്ങി, ഒരു 5:30-ക്കുള്ള ഒരു ബസ് ഇറങ്ങിയിട്ട് ഏത് സ്ഥലമായിരുന്നു ഒന്നുകൂടി പറയാമോ? പേപ്പത്തി. ഓക്കെ, തുടർന്നോളൂ. അവിടുന്ന് ഇറങ്ങി നടന്നു പോകുന്നതായിട്ടാണ് അവസാനമായിട്ട് തന്ന വിവരം. പിന്നെ പോലീസ് ഇന്നലെ രാത്രി 2-3 മണി വരെയൊക്കെ ഫുൾ സെർച്ചിങ് തന്നെയായിരുന്നു. നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷേ ഇതുവരെയായിട്ട് ആളെ കണ്ടിട്ടില്ല. അപ്പൊ എല്ലാരും അതിന്റെ ഓട്ടത്തിലാണ്. ഇപ്പൊ അർജുൻ എന്തുകൊണ്ടായിരിക്കാം പോയത് എന്നുള്ള എന്തെങ്കിലും സൂചനയുണ്ടോ വീട്ടുകാർക്ക് മറ്റോ? ഇതുവരെ ഒന്നുമില്ല. കാരണം അവൻ 10ാം ക്ലാസ് നല്ല മാർക്കോടെയാണ് പാസ്സായത്. ഇങ്ങനെ മാർക്ക് വരും, അതിനെ പേടിച്ചിട്ടാണോ? റിസൾട്ട് വരും അല്ലേ? അതെ, +1 റിസൾട്ട് വരുമ്പോ അതിന് ഇതായിട്ടാണോ അറിയില്ല. ഇന്നവരെ നന്നായിട്ട് കളിച്ചു ചിരിച്ചിരുന്നതാണ്. ഇന്നലെ രാവിലെ കൂടെ കളിച്ചു ചിരിച്ച് ഇട്ടാണ് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും സഹോദരികളുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. അപ്പോൾ ഒരു സങ്കടം പോലും, ഒരു നേരിയ ടെൻഷനോ സങ്കടം പോലും അർജുൻ അപ്പോൾ ഉണ്ടായിരുന്നില്ല അല്ലേ? ഇല്ല, ഇന്നലെ ഭയങ്കര കൂളായിട്ടാണ് ഇവിടുന്ന് പോയത്. പക്ഷെ എന്തുകൊണ്ടാണ് അതുപോലെ ഇങ്ങനെ പോകുന്നുള്ളത് ഇപ്പോഴും ഒരു അൺആൻസർഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പൊ നിൽക്കണം. അർജുന്റെ സുഹൃത്തുക്കളോടൊക്കെ ചോദിച്ചിരുന്നോ? എല്ലാവരോടത്തും ചോദിച്ചു. ആർക്കും അറിയില്ല എന്തുകൊണ്ടാണ് പോയതെന്നോ ഒന്നും അറിയുന്നില്ല. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോ പെട്ടെന്ന് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന സ്വഭാവമുള്ള ഒരു ആളായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. ആള് ഭയങ്കര എന്താ പറയാ, വളരെ നല്ല കുട്ടി എന്ന് തന്നെ പറയാം. അതിന് അധികം ഫ്രണ്ട്ഷിപ്സുകളില്ല. ആരുടെ അടുത്ത് അങ്ങനെ വഴക്കിനോ കാര്യങ്ങളോ ഒന്നിനും പോകാറില്ല. സ്കൂൾ വിട്ടാ വീട് അങ്ങനെയായിരുന്നു വന്നു പോയിക്കൊണ്ടിരുന്നത്. അത്ര നല്ല കുട്ടിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രവണത എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഒരു ഇതായിട്ട് നിൽക്കുന്നു. ശരിയാണ്. വളരെ നന്ദി ശ്രീ ജയശങ്കർ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയട്ടെ എന്ന് നമ്മളും ആഗ്രഹിക്കുകയാണ്. അന്വേഷണം വളരെ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. എറണാകുളം പിറവത്ത് നിന്നാണ് ഇന്നലെ +2 വിദ്യാർത്ഥിയായ അർജുനെ കാണാതായിട്ടുള്ളത്. ഇപ്പോൾ ബന്ധുക്കൾ അടക്കമുള്ളവരാണ് നമ്മളോട് പ്രതികരിച്ചത്. ഇനി നമ്മൾ രാവിലെയിൽ പോകുന്നത്